ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മൾ 11th ക്വസ്റ്റ്യൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമ്മളതിൽ ഹീറ്റിംഗ് കർവ് പഠിച്ചിട്ടുണ്ട്. ഹീറ്റിംഗ് കർവാണ് അത്. എ ബ്ലോക്ക് ഓഫ് ഐസ് അറ്റ് -10 degrees Celsius is slowly heated and converted to steam at 100 degrees Celsius. Which of the following curve represent the phenomenon quantitatively? ശരിയല്ലേ? അപ്പോൾ ഇനീഷ്യലി എന്താ സംഭവിക്കുന്നത്? -10 degrees Celsiusലുള്ള ഐസ് നമ്മൾ ഹീറ്റ് ചെയ്താൽ അതിന് ടെമ്പറേച്ചർ ചേഞ്ച് 0 degrees Celsiusലുള്ള ഐസായിട്ട് ആദ്യം മാറും. ശരിയല്ലേ? അപ്പോൾ ഇനീഷ്യലി ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് അല്ലേ എത്ര എത്തിടാം മക്കളെ? 0 degrees Celsiusൽ എത്തും അല്ലേ. ഇനി എന്ത് ചെയ്യും? ആ 0 degrees Celsiusലുള്ള ഐസ് അങ്ങോട്ട് മെൽറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി മെൽറ്റ് ചെയ്യുന്നവരെ ടെമ്പറേച്ചർ 0 degrees Celsius ആയിരിക്കും അല്ലേ. എന്നിട്ട് എന്ത് കിട്ടും? 0 degrees Celsiusലുള്ള വാട്ടർ കിട്ടും. ശരിയല്ലേ? ഇനി എന്താ സംഭവിക്കുക? ഇനി എന്ത് ചെയ്യും? വാട്ടറിന്റെ ടെമ്പറേച്ചർ 0 എന്നിങ്ങനെ ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ വാട്ടറിന്റെ ടെമ്പറേച്ചർ അല്ലെ അടുത്ത സ്റ്റേജിൽ വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇതാ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെ എത്രയാവും? 100 degrees Celsius ആവും. ശരിയല്ലേ? ഇങ്ങനെ 100 degrees Celsius. അപ്പോൾ ഇവിടെ 0 degrees Celsius ഉള്ള വാട്ടർ ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. അതിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് 100 degrees Celsius ആയി അല്ലെ. ഇനി എന്ത് സംഭവിക്കും? ഇത് ഇവാപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും, വാപ്പറൈസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. അപ്പോൾ 100 degrees Celsius ഉള്ള വാട്ടർ അല്ലെ വാപ്പറൈസ് ചെയ്തിട്ട് 100 degrees Celsius ഉള്ള സ്റ്റീം ഉണ്ടാവും അല്ലെ. അപ്പോൾ പ്രോസസ് ഇതാ ഇങ്ങനെയല്ലടാ പോവാ അല്ലേ. ഓക്കെ, നോക്ക്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾക്ക് ഈ വേരിയേഷനായിട്ട് ടാലി ആവുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 അല്ലേ. അപ്പം നമ്മുടെ ആൻസർ വരിക ശരിയല്ലേ. അപ്പം നമ്മൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.